എല്ലാവർക്കും നമസ്കാരം. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വീണ്ടും മത്സരിക്കണം എന്ന ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് താഴെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമായിട്ടുള്ളവർ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് കൊടുക്കുക. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ കാട്ടുകോഴിയായി മാറിയിരിക്കുകയാണ്, കോഴിയാക്കിയിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. ഈ ഒരു പെണ്ണ് കേസ് അടങ്ങുമ്പം അടുത്ത പെണ്ണ് കേസ് വരും, അടുത്ത പെണ്ണ് കേസ് അടങ്ങുമ്പം അടുത്ത പെണ്ണ് കേസ്. എന്താണ് എല്ലാവരും കൂടി ഒരുമിച്ച് വരാത്തത്? ഞാനിരുന്ന് ആലോചിക്കുമായിരുന്നു, ഇതെന്താടാ ഇങ്ങനെ ഒരെണ്ണം തീരുമ്പോൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ വരുന്നത് എല്ലാവരും ഒരുമിച്ചങ്ങ് വരട്ടെ. പിന്നെ ഒരു ആണിനെ നിനക്കൊക്കെ എപ്പോഴാടി അധികാരം തന്നത് കോഴിയെന്ന് വന്നിരുന്ന് വിളിക്കാനായിട്ട്? ഒരു ആണിനെ നിനക്കൊക്കെ അങ്ങ് ചുമ്മാ അങ്ങ് കോഴിയെന്ന് വിളിക്കാൻ പറ്റുമോ? നിന്നേക്കാണ് വിളിച്ചതെങ്കിൽ ഇപ്പൊ വകുപ്പ് വേറെ, കേസ് വേറെ ആയാണ്. നീയൊക്കെ കൊണ്ടങ്ങ് കൊടുത്താൽ സ്ത്രീത്വത്തെ അപമാനിച്ചു, മറ്റത് മറിച്ചത് മാടാണ് ഗോടയാണെന്ന്. പക്ഷെ ആണുങ്ങളുടെ മാനത്തിനൊന്നും ഒരു വിലയില്ലടേ. നമ്മളെ ചുമ്മാ കോഴിയെന്ന് വിളിക്കുക, പലതും വായി തോന്നണൊക്കെ വിളിക്കാമല്ലോ അതിനൊക്കെ. കൊള്ളാം. എന്തായാലും ജസ്ല മാടശ്ശേരി ഒരു ചാറ്റും പുറത്തു വിട്ട് വന്നിട്ടുണ്ട്, ഞാനൊന്നും കൊടുക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എബൌട്ട് യു ലാസ്റ്റ് പോസ്റ്റ് ആരോ ഷെയർ ചെയ്തു, എനിക്ക് കിട്ടിയിരുന്നു. അതിന് മുന്നേ ഒരെണ്ണം ഉണ്ട് കേട്ടോ. നടോടി, ഞാൻ രാഹുൽ, പത്തനംതിട്ടയിൽ ഒരു KSU പ്രവർത്തകനാണ്. നൈസ് ടു മീറ്റ് യു. ഓക്കെ, 2017 അയച്ചതാണ് കേട്ടോ. സെയിം ഹിയർ. എറിക്ക് പറഞ്ഞു ഇങ്ങനെ ഒരാളെ പറ്റി. വാട്ട്? 2017 അയച്ച മെസ്സേജാണ് രാഹുൽ മാങ്കൂട്ടം. 2026 ആയപ്പോഴാണ് ഇവള് വന്നിരിക്കുന്നത്, 9 വർഷത്തിന് ശേഷം. എന്തിന്റെ അജണ്ടയാണെന്ന് അറിയാം. ഇനി ഒരാള് അയച്ച മെസ്സേജ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോയാൽ പോരായിരുന്നു. അത് ചെയ്തില്ല. എന്റെ പൊന്നടാവേ, കഷ്ടം. നിന്റെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പം എനിക്ക് വെറും പുച്ഛമാണ് തോന്നുന്നത്. എബൌട്ട് യു ലാസ്റ്റ് പോസ്റ്റ് ആരോ ഷെയർ ചെയ്തു, എനിക്ക് കിട്ടിയിരുന്നു, ഇറ്റ് വാസ് ഗുഡ്. എന്തൊരു ഏറാണ് നീ, വല്ലാത്ത സാധനമാണല്ലോ കൊച്ചെ. വഴക്കാളി. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇതിന്റെ ഇടയിലുള്ള ബാക്കിയുള്ള മെസ്സേജ് ഒക്കെ മുക്കിയിരിക്കുന്നു. ഇതിന്റെ ബാക്കിയുള്ള ചാറ്റും കൂടി ഒന്ന് കിട്ടുവാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പ്ലീസ് ഷെയർ. നിങ്ങൾ എന്തെങ്കിലും അപരാധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അതേ അപരാധം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പോവും കേട്ടാ. പിന്നെ വേറൊരു കേസ് 2017 പറഞ്ഞപ്പോ അവക്കൊന്നും മനസ്സിലായില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റ് എന്തരായിരുന്നെന്ന്, യാതൊരായിരുന്നെന്ന്. 2027 ആവാറായി. ഇനിയിപ്പം അടുത്ത വർഷമാകുമ്പോൾ 10 വർഷമാവും. അപ്പോഴാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയുടെ കേസ് മുങ്ങുമ്പോൾ അടുത്ത പെൺകുട്ടിയുടെ കേസ് വരും. ഇതെല്ലാം ഒന്നാം തരം അജണ്ടയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ്. ഇനി ജസ്ല മാടശ്ശേരി ഇതിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കാം. ദീർഘവീക്ഷണം. ഒരാളുടെ പോക്ക് കണ്ടാൽ ഏതറ്റം വരെ എത്തും എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. കോഴികളെ കിലോമീറ്ററുകൾ അപ്പുറത്തൊന്ന് മണക്കും. ഇതൊക്കെ എനിക്ക് അല്പം കൂടുതലുണ്ട് എന്ന അഹങ്കാരം ഉണ്ടായിരുന്നു, ചെറുതായി ഉണ്ട്. എവിടെ സ്റ്റോപ്പ് ഇടണം എന്ന് ഭംഗിയായി അറിയാം. ഇതിലൊരു മോശവുമില്ല, രസമായി കാണുന്നതേ ഉള്ളൂ. ഇത്രയും നിഷ്കളങ്കരായ എട്ടായിമാർ എത്രയുണ്ടെന്നോ നിങ്ങൾ വിചാരിക്കും മാങ്കൂട്ടം മാത്രമാണെന്ന്. പെണ്ണുങ്ങളോട് പരിധി വിട്ട് വീമ്പ് കാണിച്ചാൽ കുറെ എണ്ണത്തിന്റെ വൃത്തികേട് മുഖംമൂടി അഴിച്ചു പറിച്ച് അധിക്ഷേപം നടത്തും. ഈ സിസ്റ്റം മാറണമെങ്കിൽ എല്ലാത്തിനെയും വലിച്ചു പറിച്ച് കാണിക്കണമെങ്കിൽ കേരളത്തിലെ മിടുക്കികളായ നിങ്ങളൊന്നോളം കാണാത്ത തന്റെ ഇടം കയ്യിലുള്ള അനേകം സ്ത്രീകളുണ്ട് ഇവിടെ. ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചാൽ പിഴുതെറിയാൻ കഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജസ്ല മാടശ്ശേരി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 2017 ഈ പിഴുതെറിയാനുള്ള ശക്തി നിങ്ങൾക്ക് ഇല്ലായിരുന്നു? പിഴുതെറിയാനുള്ള ശക്തി ഒരു വ്യക്തി അങ്ങനെ മോശം ചാറ്റ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ മോശമായിട്ട് നിങ്ങളടുത്ത് പെരുമാറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? അന്ന് പ്രതികരിക്കണമായിരുന്നു. പ്രതികരിച്ചില്ല. ഇനി ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ നിങ്ങൾ എന്തിന്റെ അജണ്ടയുടെ പുറത്താണ് പ്രതികരണമായിട്ട് വന്നത്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെ എല്ലാവർക്കും അറിയാം, ചോറുണ്ണുന്നവർക്കും ബാക്ക് വഴി അപ്പിടുന്നവർക്കും കറക്റ്റായിട്ട് അറിയാം. ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ കരിയർ തകർക്കാൻ വേണ്ടിയിട്ടും ഇപ്പോഴത്തെ ഭരണപക്ഷം കാണിച്ചു കൂട്ടുന്ന പല തന്തയില്ലായ്മകൾ മുക്കി പിടിക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഇതിന്റെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ കരിവാരി തേക്കാൻ വേണ്ടി എടുത്തിടുന്നെന്ന് ഏതൊരു കൊച്ചു കുട്ടിയുടെ അടുത്ത് ചോദിച്ചാലും അറിയാടെ. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കുമെന്നുള്ളൊരു കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി സീറ്റ് കൊടുക്കൂല, ചിലപ്പോൾ ആ രീതിയിലോട്ട് പോകും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സപ്പോർട്ട് അത്ര അധികം ഹൈപ്പിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയും, പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് പല അപരാധങ്ങളും ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആണിനെ കുറ്റം പറയാൻ എന്നെ കിട്ടത്തില്ല.
അതെന്തുവാടെ പരസ്പരം ഇഷ്ടത്തോടെ ചാറ്റ് ചെയ്യും, കമ്പി ചാറ്റ് ചെയ്യും, മറ്റത് ചെയ്യും, എന്നിട്ട് ഹോട്ടലുകളിൽ റൂം എടുത്ത് പരിപാടി നടത്തും. കുറെ കാലങ്ങളും കുറെ വർഷങ്ങളും കഴിഞ്ഞിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് പല ആരോപണങ്ങളായിട്ടും തിരിച്ചു വരും. എന്നെ അന്ന് എൻ്റെ സമ്മതമില്ലാതെ എന്നെ പീപ്പിച്ച് തന്നെ നല്ല ഊഹിച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടും അങ്ങ് കെട്ടിയെടുക്കും. ഇതാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. ഇത് സ്ത്രീകൾക്കുള്ള പ്രിവിലേജിനെ അവളുമാർ മിസ്യൂസ് ചെയ്യുകയാണ്. ഇവിടെ ഒരു ആണിനെ കോഴി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്ത് എടുത്ത് സമൂഹത്തിന്റെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ആണുങ്ങളോട് ചാറ്റ് ചെയ്ത് ഇവളുമാര് പതിവൃതാവള. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്ന എല്ലാവരും അങ്ങ് അപ്പം നല്ലവരാ, രാഹുൽ മാങ്കൂട്ടം മാത്രം തെറ്റുകാര്. എടാ, ഒരാൾ ഇങ്ങനെ ഒച്ചപ്പച്ചയായിട്ട് ചാറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണം, തെറി വിളിച്ച് വിടണം. പകരം കേട്ടുകൊണ്ട് ചിരിക്കുന്ന ഇമോജി അടക്കം ഇടുന്നു. ഇതിന് ശേഷമുള്ള ബാക്കി ചാറ്റുകൾ പുറത്തു വന്നിട്ടില്ല, നമ്മൾ ആരും കണ്ടിട്ടില്ല. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയത്തില്ല. അതിന്റെ പൊന്ന് ജസ്ലാം മടശ്ശേരി, എന്തുവാ ഇത്? ഇതുപോലെ എത്ര ചാറ്റ് വരും. ഇനിയിപ്പോ ഇത് മുങ്ങുമ്പം അടുത്തത് വരും. ഇങ്ങനെ ഓരോ പെണ്ണ് കേസായിട്ട് വന്നുകൊണ്ടിരിക്കും. സമ്മതിക്കണം. ഞാൻ എല്ലാവരെയും അപ്രിസിയേറ്റ് ചെയ്യണം. ഇനി പോസ്റ്റ് വായിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോഴിയെ ഞാൻ നിർത്തേൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. ചാനലിരുന്ന പോലെ എൻ്റെ മുൻപിൽ ഇരിക്കാൻ ശ്രദ്ധയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിന് വെല്ലുവിളി? ആ ചാറ്റ് ഇവൾ പുറത്ത് വിട്ടാൽ പോരെ, സത്യം അറിയില്ലല്ലോ എല്ലാവർക്കും. അതായത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഷ്മിയായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, 24-ല്. അത് കുറേ എണ്ണത്തിന് കുരു പൊട്ടി. അണ്ണാക്കി കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്, കുറേ എണ്ണത്തിന് കുരു പൊട്ടുകയും ചെയ്തു. അതേ തുടർന്ന് നല്ല പോലെ കിടന്ന് മെഴുകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ കുറേ എണ്ണത്തിനൊക്കെ മുട്ടിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ നാടിന് വേണ്ടി എന്തെങ്കിലും നല്ല ചെയ്യും എന്നത് മാത്രമല്ല, ആൾ അത്യാവശ്യം ഷോ ഓഫ് കാണിക്കും. അത് ഇവിടെ ഉള്ള കുറേ എണ്ണത്തിന് പിടിക്കുന്നില്ല. ഇങ്ങനെ വളർത്തി വിട്ട് കഴിഞ്ഞാൽ ഞമ്മക്കൊക്കെ നാശം എന്ന് പറയുന്ന കുഴിയിൽ കാല് കെട്ടിയിരിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. ആ ടീംസിനൊക്കെ നല്ലോണം പൊള്ളും. അതുകൊണ്ട് ഇവന്റെ കരിയർ എങ്ങനെയും തൊലച്ച് ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ നാറിയ പരിപാടികൾ എന്തിന്? ശബരിമലയിലെ സ്വർണ്ണക്കേസ് എവിടെ പോയി? മുക്കി. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം നൈസായിട്ട് മുക്കിയിട്ട് ഇങ്ങനത്തെ കുറെ കേസുകൾ എടുത്തിടുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ റോയിയുടെ കേസ്, CJ റോയിയുടെ കേസ്, ഇതൊക്കെയാണ് ചർച്ചയിൽ എടുത്തിട്ടിട്ട് ബാക്കിയുള്ള നമ്മുടെ ഭരണപക്ഷത്തിന്റെ തന്തയില്ലായ്മകളെല്ലാം മുക്കിക്കളഞ്ഞു. ഇതൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും കൊള്ളാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഞാൻ അന്നും ഇന്നും എന്നും സപ്പോർട്ട് ചെയ്യും. കാരണം ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് അങ്ങേര് ഒരിടത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുമില്ല, മോശമായിട്ട് മുണ്ട് പൊക്കി പോയിട്ടുമില്ല. എല്ലാം കൺസെന്റോടുള്ള പരിപാടികൾ തന്നെയാണ്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അവളുമാര് അതിജീവിതകൾ കൊള്ളാല്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. ഞാന് വേറൊരു ഫോട്ടോ ഇട്ടോ കൊടുക്കാം. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഫോട്ടോ ഉണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലാകാത്തവർക്കും തുപ്പി കാണിച്ചു തരാം. അമ്മാതിരി സാധനങ്ങളാണ് എല്ലാവരും നിൽക്കുന്നത്. എല്ലാവരും നല്ല ഒത്തൊരുമയോടെ നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളി കലക്കം ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം കേട്ടാ. എത്തേണ്ടവരെല്ലാവരും ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. മടശ്ശേരി ഒന്നും പറയാനില്ല. അപ്പൊ എല്ലാം കണക്കിനുള്ള സാധനങ്ങൾ അവിടെ നിപ്പുണ്ട്. ഇനി നമ്മുടെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ, ഷഹനാസ്. അപ്പോൾ നമുക്ക് അവരെ കുറിച്ചിട്ടൊരു പോസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് നിയാസ് മലബാരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ളൊരു പോസ്റ്റാണ്. എനിക്കറിയാവുന്ന ഷഹനാസ് ഭാഗം 1. ഇനിയുണ്ട് കേട്ടോ ഭാഗം. 2014 കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ PG വിദ്യാർത്ഥിനി ആയിരിക്കെ തനിക്ക് UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടിയെന്ന് കോളേജ് മാനേജ്മെന്റിനെ ധരിപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് മാനേജ്മെന്റ് നൽകിയ സ്വീകരണം വാങ്ങുന്നു. ശേഷം കോളേജിലും പുറത്തും ഫ്ലെക്സ് ബോർഡിലും സ്ഥാപിക്കുന്നു. എന്നാൽ പിന്നീട് സംശയം തോന്നി കോളേജ് മാനേജ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ ഷഹനാസ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് പോലും ഇല്ല എന്ന് മനസ്സിലാകുന്നു. സംഭവം വിവാദമായതിനെ തുടർന്ന് നാണം കെട്ട് കോളേജ് വിട്ടു. ഷഹനാസ് IASന്റെ 2ാം ഭാഗം നാളെ. കേട്ടല്ലോ, ധാരെ പറ്റിയിട്ടാ പറഞ്ഞേ? നമ്മുടെ ഷഹനാസ് ചേച്ചിയെ പറ്റിയിട്ട്. നമുക്ക് ഷഹനാസ് ചേച്ചി ഒന്ന് കാണാം. ചേച്ചി ഇന്നലെ കാര്യമായിട്ട് കുറെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് കണ്ടു നോക്കാം, കണ്ടിട്ട് സംസാരിക്കാം. രാഹുൽ മാങ്കൂട്ടം ശരിക്കും പറഞ്ഞാൽ കുറെ ദിവസങ്ങൾ എടുത്തിട്ട് ചോദ്യമായിട്ട് ഇന്നലെ നിങ്ങൾക്ക് മുന്നിൽ വന്ന ഒരാളാണ്. ഇവരെ സംസാരം കേൾക്കുമ്പോൾ എന്റെ വീട്ടിലെ പട്ടി ഒരു സൈലന്റ് ഇല്ല. പട്ടി ഉറങ്ങുന്നു സത്യമായിട്ട്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഒരു സമയവും എടുക്കാതെ എനിക്ക് ഉത്തരം പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ റെഡിയാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീ പീഡകനായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ ഇറങ്ങി. ചേച്ചിക്ക് ഉളുപ്പുണ്ടോ? ഏതെങ്കിലും സ്ത്രീയുടെ കൺസെന്റ് ഇല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും സ്ത്രീയെ തൊട്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ പറയും, ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിനക്കൊക്കെ നാണമില്ലാടാ. ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം ഇവിടെ നമുക്കും ജീവിക്കണം, ആണുങ്ങൾക്കും ജീവിക്കണം. ഈ ആണുങ്ങളോടൊപ്പം പോകുന്ന ഇവളുമാരെല്ലാം പതിവൃതകളാ. ഇവളുമാരെല്ലാം നല്ല ഇവളുമാരാ. ആണുങ്ങൾക്ക് മാത്രമോ കുറ്റം? വല്ല ഭർത്താവൊക്കെ ഉള്ളവന്മാര് ഭർത്താവിനെയൊക്കെ തേച്ച് മൂഞ്ചിച്ചിട്ടും കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിടെ പോയിരിക്കുന്നത്. അപ്പൊ ഇവളുമാരെല്ലാം അതിജീവിത ഇതൊക്കെയാണ്. രാഹുൽ മാങ്കൂട്ടം മാത്രം തെറ്റുകാരൻ. കൊള്ളാമല്ലോ ഇത്.
കൊള്ളാലോ, നല്ല അടിപൊളിയാണല്ലോ. ചേച്ചിക്കൊന്നും ഉളുപ്പില്ലേ? ചേച്ചിയെ പറ്റിയിട്ട് നിയാസ് മലബാരി പറഞ്ഞിട്ടുള്ളതിനെ പറ്റിയിട്ട് ചേച്ചി ഒന്ന് പറ. ചേച്ചിയുടെ ചരിത്രം എന്തൊക്കെയാണ് പറയുന്നത്? വ്യാജ പരിപാടിയായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഓർമ്മയിൽ ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം, എന്നില്ല ഇത് കഴിഞ്ഞോട്ട്. ഒരു ചാനൽ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവരെ ഇന്റർവ്യൂ ചെയ്ത ഹാഷ്മി, ഇന്നലെ ആ ഇന്റർവ്യൂ പൂർണ്ണമായിട്ട് ഞാൻ കേട്ടത് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് കോഴിക്കോടേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നതിന്റെ ഇടയിലാണ് ഞാൻ കേട്ടത്. അപ്പൊ അത് കേൾക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളിൽ കുറച്ച് ആളുകൾ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് അത് കേൾക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല്, ഈ വിഷയം രാഹുൽ മാങ്കൂട്ടം ഇതിനു മുമ്പ് തന്നെ പല വ്യക്തികളോടും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന് ചാനൽ ഇന്റർവ്യൂവിൽ പറഞ്ഞു വന്ന കാര്യം തന്നെ രാഹുൽ മാങ്കൂട്ടം അത് പല ആളുകളോടും പേഴ്സണലി സംസാരിച്ചത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിശ്വസ്തനെന്ന് കരുതി സംസാരിച്ച പല ആളുകളും എന്നോട് തന്നെ പറഞ്ഞിട്ടും അതിനുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന് പേഴ്സണൽ ആയിട്ട് ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്റെ പൊന്നു രാഹുലണ്ണ, നിങ്ങൾ ഇനി മെസ്സേജ് കാണുകയോ റിപ്ലൈ കൊടുക്കാനോ നിൽക്കില്ല. ജീവിതത്തിൽ ഇവളുമാരെല്ലാം കൂടി നിങ്ങളെ തയ്ക്കും, ഉള്ള കാര്യം പറയും. ചുമ്മാ ഇനിയും ഒന്നിന്റെ റിപ്ലൈ കൊടുക്കില്ല. മനസ്സിലായില്ല, പഠിച്ചില്ല. ഒരു സമയത്ത് എല്ലാവരും വരും, പിന്നെ അത് മറ്റേതുമായിട്ട് എടുത്ത് അത് പൊക്കിക്കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ മാടശ്ശേരിയുടെ അടുത്ത് ചാറ്റ് ചെയ്തല്ല ചാറ്റ്. ഇതിന്റെ അപ്പുറം കോഴി ചാറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉള്ള കാര്യം പറയാം, സത്യം. ഇതിനേക്കാളും നമ്മൾ ഒലിപ്പിക്കും. അത് ചിലപ്പോൾ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കും. ക്ലോസ് ഫ്രണ്ട് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ടെങ്കിൽ നമ്മൾ അമ്മാതിരി രീതിയിലൊക്കെ സംസാരിക്കും. അതൊരിക്കലും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സംസാരിക്കും എന്ന് വെച്ചിട്ട് നമ്മൾ തെണ്ടികളാ ഇല്ല. നമ്മളൊരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് അവളടുത്ത് മോശമായിട്ട് ചാറ്റ് ചെയ്യുകയോ അവളടുത്ത് മോശമായിട്ട് പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ. അല്ലാതെ പരസ്പര ഇഷ്ടത്തോടെ കൊണയടിച്ചിട്ട് അവസാനം വന്നിട്ട് കണക്കണ എന്ന് പറയുന്നത് എന്റെയൊക്കെ അവസ്ഥയായിരുന്നു. ഞാൻ വലിച്ചു കീറുമായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവളുമാരെ എല്ലാത്തിനും ഞാൻ വലിച്ചു കീറി ഒട്ടിച്ചിട്ടേ പോകത്തുള്ളൂ. അതിന്റെ പേരിൽ ജയിലിൽ കിടന്നാലും തൂക്കി തീർത്താലും എനിക്ക് കോപ്പമില്ലായിരുന്നു. പറ ചേച്ചി, പറ ചേച്ചി, ഉണ്ടായിരിക്കാതെ. ഇത്രയും മെസ്സേജ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ അയച്ച മെസ്സേജുകളാണിത്. അതിന് രാഹുൽ മാങ്കൂട്ടം എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. എല്ലാ മെസ്സേജ് ഇനി നിനക്കൊക്കെ റിപ്ലൈയും കൂടി തരാൻ ചേച്ചി. വേറെ ഒന്നുമില്ല, കുറെ റിപ്ലൈ കൊടുത്തിട്ട് ക്ഷീണം അങ്ങേർക്ക് തീർന്നിട്ടില്ല. ഇനിയും അങ്ങനെ റിപ്ലൈ തരാം. എല്ലാവർക്കും കൂടി വളഞ്ഞിട്ട് റിപ്ലൈ തരാം. എന്ത് കുഴപ്പമുണ്ടാ? ഇത്ര റിപ്ലൈ കൊടുത്തതിന്റെ ക്ഷീണമാണ് തീരാതിരിക്കുന്നത്. ഇനി നിങ്ങൾക്കും കൂടി റിപ്ലൈ തരാന്നേ. സീനാക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ആരോപിച്ച ഒരുപാട് കാരണങ്ങളാണ്. അതിലൊന്ന് എനിക്ക് ഏറ്റവും വിഷമുണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിജീവിതമാർ നൽകിയ പരാതികൾക്കെതിരെ നീ മാനനഷ്ടത്തിന് പോകണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ്. മാനനഷ്ടത്തിനല്ല, ഞാനൊന്നും പറയുന്നില്ല. എന്റെ വാ കൊണ്ട് പറഞ്ഞാൽ ചീഞ്ഞോർത്താനായി പോവും. അതിജീവിത പോലും, അതിജീവിതം നല്ല പേര് കേട്ടോ. അതിജീവിത ഇമാതിരി പേര് തന്നെ കൊടുക്കണം. ഭർത്താക്കന്മാരെ തേച്ചിട്ട് മറ്റൊരു വ്യക്തിയോട് പോയവളുമാരെല്ലാം അതിജീവിതകൾ. സൂപ്പർ, നല്ല പേരാണ്, നല്ല പേര്. അത് ഒരു വ്യക്തി നമ്മളോട് പറയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവൻ കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു കോഴിയാണ് എന്നും ഞാൻ പറയട്ടെ, ഹേമ കമ്മീഷൻ പോലെ ഹേമ കമ്മീഷൻ അവിടെ നിൽക്കട്ടെ. രാഹുൽ മാങ്കൂട്ടം കോഴി. രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചപ്പോ റിപ്ലൈ കൊടുത്ത ഇവളുമാരെല്ലാം ആര്? പതിവൃതകളാ? അതോ തത്തയാ? കോഴി രാഹുൽ കോഴിയാകുമ്പോ ഇവര് തത്തയാ? എന്തോന്നടേ? ആണുങ്ങൾ മെസ്സേജ് അയക്കുമ്പോ ഇവളുമാരെന്തിനാ അങ്ങനെ ചാടിക്കയറി റിപ്ലൈ കൊടുക്കണം? അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം എന്താ? ഏതെങ്കിലും ഒരു ആണ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അങ്ങ് ചാടിക്കയറി റിപ്ലൈ കൊടുക്കണം. ഇവളുമാരെല്ലാം തത്തമാരാ, ആണുങ്ങളെല്ലാം കോഴി. അതാ പശുവാ? എന്തോന്നടാ ഇത്? ആണുങ്ങളെ പറയാൻ വേണ്ടി ഇവളുമാർക്കൊക്കെ ഉള്ള ആ ഒരു ശുഷ്കാന്തി സത്യത്തിനോടൊപ്പം നീതിക്കൊപ്പം നിൽക്കി കേട്ടാ. ആണുങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കോഴി, പെണ്ണുങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തത്ത, മൊയിൽ, മയിലി, മൊയ്. കോൺഗ്രസിനകത്ത് വെച്ചാൽ കോൺഗ്രസിന്റെ നിരവധി യുവ തലമുറയിലുള്ള മഹിളാ കോൺഗ്രസിന്റെ സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ ഫോൺ വെപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഫോൺ വെപ്പിച്ച് പരിശോധിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ തികച്ചും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഈ രാഹുൽ മാങ്കൂട്ടം എന്താണ് എന്ന്. ഓക്കെ, രാഹുൽ മാങ്കൂട്ടം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇനി ഒരു കമ്മിറ്റി ഇതൊക്കെ കൊണ്ടുവരണം. ചേച്ചിയെ, ഇപ്പോഴത്തെ ഭരണപക്ഷം കാണിച്ചു കൂട്ടുന്ന പല തന്തയില്ലായ്മയ്ക്കും എതിരെ പ്രതികരിക്കാനും അതിനെതിരെ കമ്മിറ്റി കൊണ്ടുവരാനും സംസാരിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിക്ക് പറ്റുമോ?
ശബരിമലയിലെ കേസ് എന്തെങ്കിലും കമ്മിറ്റി രൂപീകരിച്ച് അതിനൊരു കണ്ടുപിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കാൻ ചേച്ചിക്ക് പറ്റൂല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് കമ്മിറ്റി കൊണ്ടുവരണം. കൊള്ളാം, സൂപ്പർ. അടുത്തത് നെക്സ്റ്റ് പോറട്ട്. ഇന്നലെ അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാഷ്മിനെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. അയ്യോ, നിങ്ങളുടെ റെസ്പെക്ട് ഇനി ഹാഷ്മിക്ക് വേണ്ട. നിങ്ങളുടെയൊക്കെ റെസ്പെക്റ്റുകൾ കിട്ടിയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു കോലത്തിലായത്. ഇനി റെസ്പെക്ട് ആർക്കും കൊടുക്കരുത്, മതി. അതുമല്ല, രാഹുൽ മാങ്കൂട്ടം റിപ്ലൈ തന്നില്ലെന്ന് പറയുന്നല്ലേ, പേടിച്ചിട്ട് വയ്യ. എന്തിനാണ് ഇനി അടുത്ത് പറയും, എന്താ രാഹുൽ മാങ്കൂട്ടം എനിക്ക് റിപ്ലൈ തന്നു, കോഴിയാ, കാട്ടുകോഴി. എന്തിന്? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങളൊക്കെ അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മെസ്സേജ് അയക്കുമ്പം അത് കുഴപ്പമില്ല, ഇങ്ങോട്ട് റിപ്ലൈ വന്നു കഴിഞ്ഞാൽ അവൻ കോഴിയാവൂലേ? നല്ല അടിപൊളി ചുമിട്ടാൻ പോരട്ടെ. എനിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ല അങ്ങനത്തെ ഒരു വ്യക്തി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ അവർ എന്താണ് പറയുന്നത് എന്ന് മാത്രം കേട്ടുകൊണ്ട് ഒരു അക്ഷരം ചോദിക്കാതെ നിന്ന ഹാഷ്മിയോട് എനിക്ക് പുച്ഛം തോന്നുകയാണ്, ആ ചാനലിനോട് എനിക്ക് പുച്ഛം തോന്നുകയാണ്. കാരണം അല്ല, എനിക്കും കുറെ പേരടുത്ത് പുച്ഛം തോന്നുന്നുണ്ട്. ഞാൻ പറയട്ടെ, അതായത് പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് പരിപാടി ചെയ്തിട്ട് പിന്നെ വന്നിട്ട് പീഡന പരാതി കൊടുക്കുന്നു. പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത് ചാറ്റും എടുത്തോണ്ട് വന്നിട്ട് ഇപ്പം കോഴിയാണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കുറെ എണ്ണത്തിന്റെ അടുത്ത് എനിക്ക് നല്ല പുച്ഛമുണ്ട്. പിന്നെ ചേച്ചിയെ പോലെയുള്ളവർ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് അതിനേക്കാളും പുച്ഛമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് പുച്ഛം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വല്ലതും ചെയ്യാണ്ട ചെയ്യും. എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വിഷയമല്ല. രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും MA ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ല. ഒന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഒരു കുറച്ചോണം കൂടുതൽ ഉണ്ടിട്ടുള്ള അനുഭവ പരിചയം ഒരു സ്ത്രീ ആയിട്ട് ഇവിടെ നിൽക്കുന്നതിന്റെ അനുഭവം. ചേച്ചി ചേർത്ത് ഓണമൊന്നും കൂടുതൽ ഉണ്ടിട്ട് കാര്യമില്ല ചേച്ചി. ഉണ്ണുന്ന ഓണം നേരെ ഉണ്ണണം, മനസ്സിലായ? അല്ലാണ്ട് ഒരുപാട് ഓണമൊന്നും ഉണ്ടിട്ട് കാര്യമില്ല. ഉണ്ണുന്നത് ഇലയിലുള്ള സകലമാന കൂട്ടാനും തീർത്ത് ഇല വടിച്ച് നക്കിയിട്ട് എഴുന്നേറ്റ് പോകണം. അപ്പോഴാണ് കറക്റ്റ് സദ്യ ഉണ്ടെന്ന് പറയുന്നത്. ഒരു തരി പോലും ബാക്കി വെക്കാതെ അവസാനം വിരൽ കൊണ്ട് വടിച്ച ആ വര കാണണം. അങ്ങനെ ഉണ്ടിട്ട് എണീറ്റ് പോകണം. അല്ലാതെ ഒരുപാട് ഓണം ഉണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഉണ്ണുന്നത് നേരെ ഉണ്ണണം. ഉള്ള ഒരാള് തന്നെയാണ് MA ഷഹനാസ് എന്ന് പറയുന്ന ഞാൻ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം എനിക്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുകയാണ്. ഇന്നലെ ഹാഷ്മിക്ക് മുന്നിൽ ഇരുന്നത് പോലെ എനിക്ക് മുന്നിൽ ഒന്ന് ഇരുന്നു തരാനുള്ള ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളി കൊള്ളാമല്ല. ഞാനൊരു വെല്ലുവിളി കേട്ടെ, വേറൊന്നുമില്ല. കുറെ അതിജീവിതമാരുണ്ടല്ലോ, ഇരമാര്, ഇവരെല്ലാവരെയും എന്റെ മുന്നിൽ കൊണ്ട് ഇരുത്തി തരാൻ ചേച്ചിക്ക് പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം എനിക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ കേസ് കൊടുക്കും. ഇവിടെ ആണുങ്ങൾ പേരിൽ ചോദിക്കാനും പറയാനും ഒരു പട്ടിക്കുഞ്ഞുമില്ല. നമ്മൾ ആർക്ക് വേണം തുപ്പിയിട്ട് കയറിയിട്ട് വലിച്ച് കീറി കൊട്ടിച്ചിട്ടും പോവാം. അതിവിടത്തെ രീതി അങ്ങനെയാണ്. അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അവൻ പറഞ്ഞിട്ടുള്ള ഇത്തരം മുഴുവൻ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ. സ്വയം പൊക്കെയാണല്ലോ ചേച്ചി. ഞാൻ ഭയങ്കര കരുത്തുള്ളവളാ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്നവളാ. എനിക്ക് കുറെ ചോദ്യം ചോദിക്കാനുണ്ട്. എന്റെ മുന്നിൽ ഇരുത്തി തരാൻ പറ്റുമോ? എന്തോന്നടേ ഇതൊക്കെ? അയ്യേ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് ഉത്തമ ധാരണ ഇല്ലാതെ ഞാൻ പറയില്ല. രണ്ടാമത്, ഒരു സ്ത്രീ എന്ന രീതിയിൽ, ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ, ഒരു പബ്ലിഷർ എന്ന രീതിയിൽ ഞാൻ പലതരത്തിൽ സമൂഹത്തിൽ ഏത് മേഖലയാണ് ഞാൻ പറയേണ്ടത്, ഇവിടെ സ്ത്രീകളായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം എന്താണ് നമ്മൾക്ക് മെസ്സേജ് അയച്ചു വരുന്ന എത്ര കോഴികളുണ്ട്. ഓഹോ, അതെല്ലാ സ്ത്രീകളും ഫേസ് ചെയ്യുന്നുണ്ട്. എന്തിന് എന്നോട് എത്ര സ്ത്രീകൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്? അപ്പൊ ചോദിക്കും ഞാൻ അറിയട്ടെ. അങ്ങനെയല്ല, എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. വെറുതെ ഇരിക്കുന്ന എനിക്ക് മെസ്സേജ് മോശമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ ഒന്നും എടുത്ത് കണ്ടന്റ് ആക്കാൻ പോയിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. ചിലവർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നും, അവരൊന്ന് പറയും, ഞാനത് കാര്യങ്ങളൊക്കെ എടുക്കൂല എന്ന് വെച്ചിട്ട് ഞാൻ അവരെ എടുത്ത് വെച്ച് നാളെ വലിച്ചു ഒട്ടിക്കാൻ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ലോ. റിയൽ പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുണ്ട് എനിക്ക് മോശമായിട്ടുള്ള മെസ്സേജുകൾ. ഞാനത് ആ രീതിയിലങ്ങ് തട്ടിയങ്ങ് വിടും. ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഓക്കെ, നിങ്ങളടുത്ത് മോശമായിട്ട് പെരുമാറിയെങ്കിൽ, അത് നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ പെരുമാറിയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അതാത് സമയങ്ങളിൽ പ്രതികരിച്ചില്ല? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ആരോപണങ്ങൾ പല സ്ത്രീകളും ഫേക്ക് ആരോപണങ്ങളായിട്ട് വന്ന സമയത്ത് നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രതികരണം ഇട്ടുകൊണ്ട് എന്തിനാണ് ഇവിടെ ഒരു നാടകം കളിക്കുന്നത്? ഇതിന്റെ പിന്നിൽ കളിക്കുന്ന എല്ലാ കറുത്ത കരങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതിന് ഒരുപാട് അങ്ങോട്ട് ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി. ചുമ്മാ കിടന്ന് വായത്താളടിക്കാതെ.
എല്ലാവർക്കും നമുക്ക് പരാതിയും കേസുമായിട്ട് പോകാൻ പറ്റുമോ? കൊടുത്ത കേസുകൾക്ക് എന്താ നീതി കിട്ടുന്നത്? ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി പാർട്ടിക്കുള്ളിൽ പോലും പരാതി നൽകാത്ത ആളാണ്. രാഹുൽ മാങ്കൂട്ടം ഡൽഹിയിലേക്ക് ടൂറിന് അവന്റെ കൂടെ കർഷക സമരത്തിന് എന്നെ വിളിച്ചപ്പോൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണ് എനിക്ക് അവന്റെ കൂടെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ ഒരു സെൽഫി പോലും എന്റെ ഇല്ല. അവൻ പറയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ സെൽഫി ഇല്ല. വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, റിനി ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു കേസ് ചേച്ചിക്ക് ഓർമ്മയുണ്ട? അതായത് ഒരു പെണ്ണൊരാണിനോടൊപ്പം റൂം എടുക്കുന്നത് ഒരു ഉമ്മ വയ്ക്കാനോ ഒരു കിസ് ചെയ്യാനോ ഹഗ് ചെയ്യാനോ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ ഒരു ആണ് പെണ്ണിനോടൊപ്പം റൂം എടുക്കുന്നത് പണ്ണാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സെറ്റപ്പ് സംസാരം റിനി ചേച്ചി ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് വെച്ച് റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെയൊക്കെ നിലപാടുകൾ നിങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. എനിക്ക് ഇവരെല്ലാവരും ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയതിന് വളരെ സന്തോഷം, റിനി ചേച്ചിയെ പ്രത്യേകിച്ച്. കാരണം എനിക്ക് ആ നിലപാടിനെ കുറിച്ചൊന്ന് ചോദിക്കണം. ഒരു പെൺകുട്ടി റൂം എടുക്കുന്നത് ഒരു പയ്യനുമായിട്ട് ഒന്ന് ഹഗ് ചെയ്യാനോ ഒരു കിസ് ചെയ്യാനുമാണ്. പക്ഷെ ആൺകുട്ടിയാണെങ്കിൽ അങ്ങനെയല്ല, ആ കിസിനെയും ഹഗിനെയും മുതലാക്കുമെന്നാണ് റിനി ചേച്ചി പറയുന്നത്. പക്ഷെ എന്തോന്നടേ ഇതൊക്കെ അപരാധങ്ങളല്ലേ വിളിച്ച് പറയുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വച്ച തെറിയായി പോകും. ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ഒരു പീഡന വീരനാണ് രാഹുൽ മാങ്കൂട്ടം. ഞാൻ പറയട്ടെ, ഒരു ഭർത്താവ് വന്നിട്ട് പരസ്യമായിട്ട് പത്രപ്രസ്താവന നടത്തിയില്ലേ, എന്റെയും ഭാര്യയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന വ്യാജേന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA വന്നു. എന്നിട്ട് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനെന്ന രീതിയിൽ വന്നിട്ട് എന്റെ ഭാര്യയുമായിട്ട് റിലേഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു ഭർത്താവുള്ള നാട് നമ്മുടെ കേരളമാണ്. അത് പറയുന്നത് MLA-ക്കെതിരെയാണ്. ഓക്കെ, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് രാഹുൽ മാങ്കൂട്ടം ഏതോ ഒരു സ്ത്രീയുടെ ഭർത്താവ് വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്ന് പറയുന്നുണ്ടല്ലോ. ഈ രാഹുൽ മാങ്കൂട്ടം വല്ല കൗൺസിലിംഗ് പരിപാടിയെല്ലാം ചെയ്യുന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ ഈ MLA അല്ലാണ്ട് കുടുംബ പ്രശ്നം പരിഹരിക്കുന്ന എന്തെങ്കിലും വ്യക്തിയാണോ രാഹുൽ മാങ്കൂട്ടം? എനിക്ക് അതിനുള്ള ഉത്തരം ചേച്ചി ഒന്ന് തന്നു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമായിരുന്നു. സത്യം, സീരിയസ്ലി. അല്ല, നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം മറ്റേ കുടുംബ കോടതിയാണ്, കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്, കൗൺസിലറാണ്, അങ്ങനത്തെയൊക്കെയുള്ള ഒരു പരിപാടിയായിട്ടല്ലേ നിങ്ങൾ കമ്പയർ ചെയ്യണം. മനസ്സിലാകാത്തോണ്ട് ചോദിച്ചതാണ്. ഊളത്തനങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ വിളിച്ച് പറയണം. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി മരിക്കണമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ കൊല്ലാൻ നോക്കും കേട്ടാ. അതിനുള്ള നടപടി എന്തെങ്കിലും നോക്ക്. അല്ല, ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ നാറിയ പരിപാടികൾ മുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അജണ്ടയെങ്കിൽ ഓക്കെ, ആയിക്കോട്ടെ. അതിന് ഇരയായതും അതിജീവിതൻ ആയതും രാഹുൽ മാങ്കൂട്ടമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഉളുപ്പ് വേണം കുറച്ച്. സംസാരിക്കുന്നവർക്ക് മടിയിൽ എന്തെങ്കിലും കനം വേണം. സംസാരിക്കുന്നതിലേക്ക് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണം. ഇല്ലാണ്ട് വന്നിരുന്നിട്ട് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് വിളിച്ചു പറയാതിരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തന്നെ സംസാരിക്കും. എന്നെങ്കിലും അദ്ദേഹത്തിനെതിരെ ജനുവിനായിട്ടൊരു പരാതി വരണം. എങ്ങനെ? ഒരു പെൺകുട്ടി വന്ന് പരാതി പറയണം. അതായത് എന്റെ കൺസെന്റ് ഇല്ലാണ്ട് എന്നെ ഉപദ്രവിച്ചു, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് തെളിവ് സഹിതം വച്ചു കഴിഞ്ഞാൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ സംസാരിക്കും. അല്ലാത്ത പക്ഷം ഒരിക്കലും സംസാരിക്കത്തില്ല. പരസ്പര ഇഷ്ടത്തോടെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നിങ്ങൾ. ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ കാണാം.